സുഹൃത്തുക്കളെ, ശക്തമായ റഡാറുകളും ഇലക്ട്രോണിക് ജാമറുകളും അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകളും കൊണ്ട് ശത്രു രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായിട്ടുള്ള സാഫ്രാൻ നിർമ്മിച്ച ഹാമർ മിസൈൽ പ്രസക്തമാകുന്നത്. തുടക്കത്തിലെ തന്നെ പറയട്ടെ, ഹാമർ മിസൈൽ പോലെ ഒന്ന് ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ കയ്യിലില്ല. ഈ ആയുധത്തെ പ്രതിരോധ ലോകം വിശേഷിപ്പിക്കുന്നത് സ്മാർട്ട് ആൻഡ് മാരകമായ ഹൈബ്രിഡ് ആയുധമെന്നാണ്. വെറുമൊരു സ്ഫോടക വസ്തു എന്നതിനപ്പുറം ഇതിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളും നാവിഗേഷൻ സംവിധാനങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലുകളോട് കിടപിടിക്കുന്നതാണ്. ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഏതാണ്ട് 600 ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ കൂടി വാങ്ങാനുള്ള വമ്പൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഏകദേശം 2400 കോടി രൂപ വിലമതിക്കുന്ന ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മിസൈലുകൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഹാമർ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യകളും അവ ശത്രുവിന് എത്രത്തോളം മാരകമാണെന്നും ശാസ്ത്രീയമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാമറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ മോഡുലാർ ആർക്കിടെക്ചറാണ്. ഇതൊരു പ്രത്യേക മിസൈലായിട്ടല്ല ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്, മറിച്ച് നമ്മുടെ പക്കലുള്ള സാധാരണ ബോംബുകളെ സ്മാർട്ട് മിസൈലുകളാക്കി മാറ്റുന്ന 2 പ്രത്യേക കിറ്റുകളാണ് ഇതിലുള്ളത്. ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, മുൻഭാഗത്തെ ഗൈഡൻസ് കിറ്റ്, മിസൈലിൻ്റെ തലച്ചോറാണത്. ഇതിനുള്ളിലാണ് അത്യാധുനിക സെൻസറുകൾ, നാവിഗേഷൻ കമ്പ്യൂട്ടറുകൾ, മിസൈലിൻ്റെ പാത വായുവിൽ വെച്ച് മാറ്റാൻ സഹായിക്കുന്ന ചെറിയ കനാഡുകൾ അഥവാ ഫ്ലിപ്പുകൾ എന്നിവ ഉള്ളത്. രണ്ടാമത്തേത് മധ്യഭാഗത്തെ വാർഹെഡ്. സാധാരണയായി ഉപയോഗിക്കുന്ന 250 കിലോഗ്രാം അല്ലെങ്കിൽ വലിയ തരം ബോംബുകൾ ഇതിൽ ഘടിപ്പിക്കാം. മിസൈലിൻ്റെ പ്രഹരശേഷിയും സ്ഫോടന വ്യാപ്തിയും നിർണ്ണയിക്കുന്നത് ഈ ഭാഗമാണ്. മൂന്നാമതായിട്ട് പിൻഭാഗത്തെ പ്രൊപ്പൽഷൻ കിറ്റ്. ഇതിൽ ഒരു സോളിഡ് റോക്കറ്റ് മോട്ടറും വായുവിൽ കൃത്യമായ സ്റ്റെബിലിറ്റി നൽകാൻ സഹായിക്കുന്ന മടക്കി വയ്ക്കാവുന്ന വലിയ ചിറകുകളുമുണ്ട്. ഈ 3 ഭാഗങ്ങളും ചേരുമ്പോഴാണ് ഹാമർ ഒരു പൂർണ്ണ മിസൈലായിട്ട് മാറുന്നത്. സാധാരണ ബോംബുകളുടെ വിലക്കുറവും ക്രൂസ് മിസൈലുകളുടെ കൃത്യതയും ഒരേ സമയം നൽകാനായിട്ട് ഈ ഡിസൈനിലൂടെ സാധിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നാവിഗേഷൻ സംവിധാനത്തിലേക്ക് ആദ്യം കടക്കാം. അതായത് INS അഥവാ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം. ഹാമർ മിസൈൽ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പ് യുദ്ധവിമാനത്തിൻ്റെ മെയിൻ കമ്പ്യൂട്ടറിൽ നിന്നും ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ കൃത്യമായ അക്ഷാംശവും രേഖാംശവും അതായത് കോർഡിനേറ്റ്സ് മിസൈലിൻ്റെ മെമ്മറിയിലേക്ക് കൈമാറുന്നു. വിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിസൈലിലെ അത്യാധുനിക റിംഗ് ലേസർ ജൈറോസ്കോപ്പുകളും ആക്സിലറോമീറ്ററുകളും സജീവമാകും. മിസൈൽ എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് തിരിയുന്നത്, അതിൻ്റെ ആംഗിൾ എന്താണ് എന്നിവ ഈ ആന്തരിക സെൻസറുകൾ സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണ കണക്കുകൂട്ടും. ബാഹ്യമായ യാതൊരു സിഗ്നലിൻ്റെയും സഹായമില്ലാതെ സ്വന്തമായി വഴി കണ്ടെത്താനായിട്ട് മിസൈലിനെ സഹായിക്കുന്നത് ഈ INS ആണ്. യുദ്ധസമയത്ത് ശത്രുക്കൾ GPS സിഗ്നലുകൾ പൂർണ്ണമായിട്ട് ജാം ചെയ്താൽ പോലും ഹാമർ മിസൈൽ വഴിതെറ്റിപ്പോവില്ല. കാരണം അതിന് സ്വന്തം ഇൻറ്റേർണൽ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള കഴിവുണ്ട്. ബാഹ്യ ഇടപെടലുകൾ ബാധിക്കാത്ത ഈ സാങ്കേതികവിദ്യയാണ് ഹാമറിൻ്റെ തന്ത്രപരമായ ഏറ്റവും വലിയ കരുത്ത്. ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റത്തിനോടൊപ്പം ഹാമർ ഉപയോഗിക്കുന്നത് ഒരു ഹൈബ്രിഡ് നാവിഗേഷൻ രീതിയും കൂടെയാണ്. അതായത് INS GPS കോമ്പിനേഷൻ. മിസൈൽ വായുവിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ INS സിസ്റ്റത്തിൽ ദീർഘദൂര യാത്ര കൊണ്ട് ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന ചെറിയ വ്യതിയാനങ്ങൾ പരിഹരിക്കാനായിട്ട് GPS ഉപഗ്രഹ സിഗ്നലുകൾ സഹായിക്കും. ഇത് മിസൈലിൻ്റെ യാത്രാപാത കൂടുതൽ സുഗമമാക്കും. ഇവിടെ ഒരു ചോദ്യം വരാം, ശത്രു GPS ജാം ചെയ്താൽ എന്ത് സംഭവിക്കും? ഹാമറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കടുത്ത മിലിറ്ററി ഗ്രേഡ് ആൻറ്റി ജാം GPS റിസീവറുകളാണ്. ഡിജിറ്റൽ നള്ളിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വ്യാജ ജാമിംഗ് സിഗ്നലുകളെ പ്രതിരോധിക്കാനായിട്ട് ഇതിന് കഴിയും. ഒരുപക്ഷെ കടുത്ത ഇലക്ട്രോണിക് യുദ്ധം കാരണം GPS സിഗ്നലുകൾ പൂർണ്ണമായിട്ട് തകർന്നാൽ പോലും മിസൈൽ ഉടൻ തന്നെ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം INSലേക്ക് മാറ്റുകയും ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഹാമറിൻ്റെ ഏറ്റവും മാരകമായ ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന പ്രധാന സാങ്കേതികവിദ്യയിലേക്ക് വരാം. ടെർമിനൽ സീൻ മാച്ചിങ് അല്ലെങ്കിൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഗൈഡൻസ്. മിസൈൽ അതിൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ
അതായത് ശത്രു താവളത്തിന് ഏതാണ്ട് 1 മുതൽ 1.5 കിലോമീറ്റർ മാത്രം അകലെയായിരിക്കുമ്പോൾ മിസൈലിൻ്റെ മുൻഭാഗത്തുള്ള ഉയർന്ന റെസൊല്യൂഷനുള്ള ഇൻഫ്രാറെഡ് ക്യാമറ പ്രവർത്തനക്ഷമമാകും. ലക്ഷ്യസ്ഥാനത്തിൻ്റെ സാറ്റലൈറ്റ് അല്ലെങ്കിൽ വ്യോമചിത്രങ്ങൾ വിക്ഷേപണത്തിന് മുമ്പ് തന്നെ മിസൈലിൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ ടാർഗറ്റ് മോഡലിൽ പ്രോഗ്രാം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. മിസൈലിൻ്റെ ക്യാമറ മുമ്പിലുള്ള ഭൂപ്രദേശത്തിൻ്റെ തത്സമയ ചിത്രങ്ങൾ എടുക്കുകയും അത് മെമ്മറിയിലുള്ള ചിത്രവുമായിട്ട് കോടിക്കണക്കിന് പിക്സലുകൾ ഒത്തുനോക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് സീൻ മാച്ചിങ് എന്ന് വിളിക്കുന്നത്. ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നീഷൻ വഴി ലക്ഷ്യസ്ഥാനത്തിൻ്റെ കൃത്യമായ പോയിന്റ് മനസ്സിലാക്കി മിസൈൽ അതിൻ്റെ പാത സ്വയം തിരുത്തി കൃത്യമായി അതിലേക്ക് പതിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ GPS പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാലും ശത്രുക്കൾ പുകപടലങ്ങളോ മറ്റ് മറകളോ സൃഷ്ടിച്ചാലും ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിച്ച് കെട്ടിടങ്ങളുടെ താപനിലയും ഘടനയും മനസ്സിലാക്കാനായിട്ട് ഇതിന് സാധിക്കും. കൃത്യമായ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ജനലിലൂടെയോ വാതിലിലൂടെയോ ഉള്ളിലേക്ക് തുളച്ചു കയറാനായിട്ട് ഹാമറിന് സാധിക്കും. ഇതിൻ്റെ കൃത്യത, അതായത് CEP, വെറും 1 മീറ്റർ മാത്രമാണ്. അതായത് ബ്രഹ്മോസ് മിസൈലിന് തത്തുല്യമായ കൃത്യത. സ്ഥിരമായ കെട്ടിടങ്ങളെ തകർക്കാനായിട്ട് INS അല്ലെങ്കിൽ GPS അല്ലെങ്കിൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് മതിയെന്നുണ്ടെങ്കിൽ അതിവേഗം ഓടിപ്പോകുന്ന ശത്രുവിൻ്റെ യുദ്ധക്കപ്പലുകൾ, കമാൻഡ് വാഹനങ്ങൾ അല്ലെങ്കിൽ ചലിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ എന്നിവയെ തകർക്കാനായിട്ട് ഹാമറിന് മറ്റൊരു വകഭേദമുണ്ട്, ലേസർ ഗൈഡഡ് പതിപ്പ്. ഇതിൽ മിസൈലിൻ്റെ മുൻഭാഗത്തൊരു ലേസർ സീക്കർ ഉണ്ടായിരിക്കും. നമുക്ക് ശത്രുവിൻ്റെ നീങ്ങുന്ന വാഹനത്തിൻ്റെ മേളിൽ ഒരു ലേസർ കിരണം പതിപ്പിക്കാനായിട്ട് സാധിക്കും. ഹാമർ മിസൈൽ ഈ ലേസർ പ്രതിഫലനത്തിനെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗതയിൽ ഓടുന്ന വാഹനത്തെ പോലും പിന്തുടർന്ന് വേട്ടയാടുകയും ചെയ്യും. അമേരിക്കയുടെ ജേഡാം പോലെയുള്ള സാധാരണ സ്മാർട്ട് ബോംബുകൾക്ക് സ്വന്തമായിട്ട് മോട്ടറുകളില്ല. അവ വിമാനത്തിൻ്റെ വേഗതയെയും ഉയരത്തെയും ആശ്രയിച്ച് ഗ്ലൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഹാമർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് ശക്തമായ ഒരു സോളിഡ് റോക്കറ്റ് ആക്സിലറേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനൊരു ഹൈബ്രിഡ് മിസൈലിൻ്റെ പദവി നൽകുന്നത്. അതായത് ഈ റോക്കറ്റ് മോട്ടർ ഉള്ളത് കൊണ്ട് 2 വലിയ നേട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ശത്രുവിൻ്റെ റഡാറുകളിൽ പെടാതിരിക്കാനായിട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വളരെ താഴ്ന്ന് പറക്കുമ്പോൾ സാധാരണ ഗ്ലൈഡ് ബോംബുകൾ വിന്യസിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഹാമർ വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ റോക്കറ്റ് മോട്ടർ കത്തുകയും മിസൈലിനെ കുത്തനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് 15 മുതൽ 20 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രുവിൻ്റെ മേളിൽ കൃത്യമായിട്ട് ചെന്ന് പതിക്കും. ഇനി വിമാനം ഉയർന്ന നിലയിലാണ്, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് പറക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മോട്ടറിൻ്റെ കാര്യത്തിൽ മിസൈലിന് 70 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. പൈലറ്റിന് അപകടമൊന്നും കൂടാതെ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ പരിധിക്ക് പുറത്തു നിന്ന് ആക്രമണം നടത്താം. ഇനി ഇതിലൊക്കെ ശക്തമായ ഇതിൻ്റെ മറ്റൊരു കഴിവിനെ കുറിച്ച് നമുക്ക് പറയാം. ഹാമറിൻ്റെ തന്ത്രപരമായ മാരകശേഷി വെളിവാക്കുന്നത് അതിൻ്റെ വെർട്ടിക്കൽ സ്ട്രൈക്ക് ശേഷിയിലാണ്. ഇപ്പോൾ ലഡാക്ക് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് പോലെയുള്ള ഉയർന്ന മലനിരകളിൽ ശത്രുക്കളും മലഞ്ചരിവിലോ ഗുഹകളിലോ ബങ്കറുകൾ നിർമ്മിച്ച് ഒളിച്ചിരിക്കാറുണ്ട്. ചരിഞ്ഞു വരുന്ന സാധാരണ മിസൈലുകൾക്ക് ഇവയെ തകർക്കാൻ കഴിയില്ല. കാരണം അവ മലയുടെ വശങ്ങളിൽ തട്ടി ഒരുപക്ഷെ സ്ഫോടനം നടക്കും. എന്നാൽ ഹാമർ മിസൈലിന് ലക്ഷ്യസ്ഥാനത്തിന് തൊട്ട് മുകളിൽ വെച്ച് കൃത്യമായി 90 ഡിഗ്രി കോണിലേക്ക് തിരിയാനായിട്ട് സാധിക്കും. അതായത് ആകാശത്ത് നിന്ന് കുത്തനെ താഴേക്ക് ഒരു ചുറ്റിക പോലെ ഇത് പതിക്കും. ഇതിൻ്റെ വാർഹെഡിൽ കട്ടിയുള്ള ഒരു ഉരുക്ക് കവചം, അതായത് പെനിട്രേറ്റർ ഉള്ളത് കൊണ്ട് കനത്ത കോൺക്രീറ്റ് പാളികൾ തകർത്ത് ഉള്ളിൽ കയറിയ ശേഷമേ ഇത് പൊട്ടിത്തെറിക്കും. ഇതിനു വേണ്ടിയിട്ട് ഇതിലൊരു ഡിലേഡ് ഫ്യൂസിങ് മെക്കാനിസം ഘടിപ്പിച്ചിട്ടുണ്ട്. കമാൻഡ് സെൻറ്ററുകൾ, ഭൂഗർഭ ആയുധപ്പുരകൾ എന്നിവയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് ഇതിന് കഴിയും. ഇനി നമുക്ക് ഹാമർ മിസൈലിൻ്റെ പ്രധാന സാങ്കേതിക വിവരങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ആയുധത്തിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിസിഷൻ ഗൈഡഡ് മിനീഷനാണ്. ഇതിൻ്റെ ഭാരം 125 കിലോഗ്രാം, 250 കിലോഗ്രാം, 500 കിലോഗ്രാം, 1000 കിലോഗ്രാം, അങ്ങനെ പല വകഭേദങ്ങളുണ്ട്. ഇതിൻ്റെ റേഞ്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും 70-ലധികം കിലോമീറ്ററും ലോ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും 15 മുതൽ 20 കിലോമീറ്ററും വരെയുള്ള ദൂരെയുള്ള ടാർഗറ്റിനെ ഇതിന് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 3 തരം നാവിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. INSഉം GPS-ഉം തമ്മിലുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന വകഭേദം, INSഉം GPS-ഉം ഇമേജിംഗ് ഇൻഫ്രാറെഡും ഉപയോഗിക്കുന്ന സീൻ മാച്ചിങ് വകഭേദം, പിന്നെ INSഉം GPS-ഉം ലേസറും നീങ്ങുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ആക്യുറസി GPS മോഡിൽ 10 മീറ്ററും ഇമേജിംഗ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ലേസർ മോഡിൽ വെറും 1 മീറ്ററുമാണ്.
ഒരൊറ്റ വിമാനത്തിൽ നിന്ന് ഒരേ സമയം 6 വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് 6 മിസൈലുകൾ വരെ തൊടുക്കാനായിട്ട് സാധിക്കും. ഇന്ത്യ 600 ഹാമർ മിസൈലുകൾ സ്വന്തമാക്കുമ്പോൾ അതിനൊപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വഴി ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ സാങ്കേതികവിദ്യ എത്തുകയാണ്. കടുത്ത ഇലക്ട്രോണിക് യുദ്ധമുറകൾ നടക്കുന്ന ഇന്നത്തെ കാലത്ത് GPS ജാമിങ്ങുകളെ പൂർണ്ണമായിട്ട് തടയുന്ന INS-ഉം കണ്ണഞ്ചിപ്പിക്കുന്ന കൃത്യത നൽകുന്ന ടെർമിനൽ സീൻ മാച്ചിങ്ങും മലയിടുക്കുകളെ തകർക്കുന്ന വെർട്ടിക്കൽ സ്ട്രൈക്ക് ശേഷിയും ഹാമറിനെ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ് റേഞ്ച് ആയുധമാക്കുന്നു. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വ്യോമ പ്രതിരോധ നിരകളെ തച്ചുടയ്ക്കാനും അതിർത്തികളിൽ ഇന്ത്യക്ക് തന്ത്രപരമായ മേധാവിത്വം നൽകാനും ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരിക്കും ഈ ഹാമർ മിസൈലുകൾ. ഹാമറിൻ്റെ ഈ ആഴത്തിലുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഗൗരവമേറിയ പ്രതിരോധ വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.